അപ്പോൾ നമ്മൾ കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു പകുതി മൂക്കുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. അര കിലോ കക്ക ഇറച്ചിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതാ കണ്ടില്ലേ, 1/2 കിലോ കക്ക ഇറച്ചിയാണ്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. കീത്തപാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 20 ചുമന്നുള്ളിയും ഒരു ചെറിയ സവാളയും കൂടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കക്ക ഇറച്ചിക്ക് വഴട്ടുമ്പോൾ നല്ലതായിട്ട് റോസ്റ്റ് ആവണം, നല്ലതായിട്ട് വഴണ്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കക്ക ഇറച്ചി വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മസാല പൗഡറും 1.5 ടീസ്പൂണ് മുളക് പൊടിയും. ഇത് എരിയുള്ള മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേന് ഇതാ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വേവിച്ച് വെച്ചേക്കുന്ന കക്ക ഇറച്ചിയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ. അത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല എരിയുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ എടുത്തേക്കുന്നത്. എരിയില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നിങ്ങളതുപോലെ എരി ചേർത്ത് കൊടുക്കണം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇത് നന്നായിട്ട് വേണം, എന്നാലാണ് അതിനൊരു നല്ല രുചിയുള്ളത്. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. നമുക്ക് ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു 4-5 തുള്ളി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു ആവി വരാൻ മാത്രമായിട്ട്, അധികം വേണ്ട. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ആവി വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഒരു 2 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ടൊന്ന് ആവി വരുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കി തോർത്തിയെടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ആവി വന്നു. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏറെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോകും. ഒരു തളിച്ച് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഉള്ളിയൊക്കെ അതുപോലെ കിടക്കുന്ന കണ്ടില്ലേ, അതിന് മാത്രമുള്ള വെള്ളം തളിച്ച് കൊടുക്കുക. ഡ്രോപ്സ് മാത്രം തളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആവും, പൊടികളും കക്കായിലോട്ട് പിടിച്ചിട്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തിൻ്റെ രുചിയും എല്ലാം കൂടെ മിക്സ് ആകും. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങി ആ കക്കയിലോട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി നേരം ഒന്ന് നമ്മൾ അടച്ച് വെച്ചത്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്. ഇതിനിയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ടേസ്റ്റ് വരാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കിക്കൊണ്ട് കുറച്ച് നേരം ഇളക്കി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. എനിക്കിഷ്ടമുള്ള ഒരു രുചി കിട്ടുന്നത്. ഈ രീതിയിൽ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷേ ഞാൻ കുറച്ച് നേരം കൂടെ ഇളക്കി അതൊന്ന് റോസ്റ്റാക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉണ്ട്. നമ്മൾ ഇളക്കി നല്ല
റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ ഇളക്കിയതിൻ്റെ അർത്ഥം ഈ കക്കയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പി ലെവലല്ല, എന്നാലും നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷൻ. ചോറും ഈ കക്ക ഇറച്ചിയും കാച്ചിയും മോരും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഊണ് നമുക്ക് തയ്യാറാക്കാം. പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? ഇതാ തേങ്ങാക്കൊത്തിൻ്റെ രുചിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടിയും കുരുമുളക് പൊടിയുടെ രുചിയും. നമ്മളിപ്പം ഈ കൊഞ്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ കക്ക ഇറച്ചിക്ക് നല്ല എരി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇതാ കുരുമുളകൊക്കെ നന്നായിട്ട് ചേർന്നിട്ട് നല്ല രുചിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുക്കുകയാണ്. പുതിയ വിഭവങ്ങളുമായി നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. ബൈ ഫ്രം JNJ ഫുഡ് വേൾഡ്.